ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലാണല്ലോ, കുരിശിൻ്റെ വഴിയുടെ ദിനങ്ങളാണല്ലോ. കുരിശിൻ്റെ വഴി ഒരു പുണ്യയാത്രയാണ്, അത് കുരിശ് യാത്രയാണ്. ഈശോയുടെ ജീവിതം തന്നെ ഒരു യാത്രയായിരുന്നു. ബത്ലഹേമിലെ പുൽത്തൊട്ടിലിൽ ആരംഭിച്ച് ഗാഗുൽത്താമലയുടെ നെറുക വരെ എത്തുന്ന ഒരു യാത്ര ബത്ലഹേമിൽ ആരംഭിച്ചു, അത് തുടരുകയാണ്. ഒരു നോൺ സ്റ്റോപ്പ് യാത്രയാണ്. ഹെറോദോസിൻ്റെ സന്ദേശവാഹകരോട് ഈശോ പറഞ്ഞു വിടുന്നുണ്ട്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഇന്നും നാളെയും ഞാനിവിടെ എൻ്റെ ജോലികൾ തുടരും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. സമരിയാക്കാർ അവരുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകാൻ ഈശോ അനുവദിക്കുന്നില്ല. പക്ഷേ ഈശോ പ്രകോപിതനാകുന്നില്ല, മറ്റൊരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ശിഷ്യർക്ക് മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ പ്രവചിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കുരിശ് യാത്ര, ഈ കുരിശിൻ്റെ വഴി. ഈ യാത്രയിൽ സഹായിക്കുന്നവരുണ്ട്, സഹതപിക്കുന്നവരുണ്ട്, ആശ്വസിപ്പിക്കുന്നവരുണ്ട്, കണ്ണുനീരൊപ്പുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, മുഖത്തടിക്കുന്നവരുണ്ട്, കാറിത്തുപ്പുന്നവരുണ്ട്, പച്ചമാംസത്തിൽ ആണിയടിക്കുന്നവരുണ്ട്, കൂർത്ത മുനയുള്ള കുന്തം കൊണ്ട് ഹൃദയം കുത്തി പിളർക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും ഉണ്ടെന്നേ. ഈ യാത്രയുടെ ഭാഗമാണിവരെല്ലാം. കുരിശിൻ്റെ വഴി പക്ഷെ ഒരു വലിയ പ്രതീക്ഷയുടെ വഴിയാണ്. ഈ സഹനങ്ങളൊക്കെ ഉണ്ട്, വേദനിപ്പിക്കുന്നവരുണ്ട്, പീഡിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു 3-ാം ദിനമുണ്ട്, ഉയർപ്പിൻ്റെ ഒരു ദിനമുണ്ട്. നമുക്ക് കുരിശ് യാത്രയിൽ മുന്നേറാം. നമ്മുടെ ജീവിതമാവുന്ന കുരിശ് യാത്ര മുന്നോട്ട് പോകട്ടെ. 3-ാം ദിനമുണ്ട്, ഉയർപ്പിൻ്റെ ദിനമുണ്ട്. ആ ഉയർപ്പ് സ്വപ്നം കണ്ട് നമുക്ക് മുന്നേറാം. ആമേൻ.